ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഉച്ച മുതൽ കൊച്ചിയിലെ അവസ്ഥ ഇതാണ്. നല്ല മഴയുണ്ട്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മാത്രമല്ല, നല്ല കാറ്റുമുണ്ട്. കാറ്റിൻ്റെ ഒരു ശക്തി ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ക്ലിപ്പ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മഴ കണ്ടാൽ പണ്ടേ എല്ലാ മലയാളികൾക്കും വിശക്കും എന്ന് പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് ഒരു എഗ് ബജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വേണമായിരുന്നു. അപ്പോൾ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പാവം അത് കൊണ്ടുവന്ന ആൾ 8ൻ്റെ പണിയും കിട്ടിയിട്ടാട്ടോ കൊണ്ടുവന്നത്. പേപ്പർ ബാഗാണല്ലോ ഇപ്പോൾ സ്വിഗ്ഗിയിൽ വരുന്നത്. അപ്പോൾ അത് മഴയത്ത് നനഞ്ഞ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഞാൻ മേടിച്ചെടുത്തതാണത്. അപ്പോൾ പിന്നെ നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കല്ലേ. ഇന്നൊരു എഗ് ബജിയുടെ റെസിപ്പി പിടിച്ചോട്ടോ. ഞാൻ എഗ് ബജി ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ള റെസിപ്പി, എഗ് ബജിയുടെ റെസിപ്പി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. എന്നാലും കിടക്കട്ടെ എൻ്റെ വക ഒരെണ്ണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കർ എടുത്ത് വെച്ചിട്ട് എഗ്ഗ് പുഴുങ്ങിയെടുക്കാം. അതിന് ഞാൻ ഒരു 5 മുട്ടയിലാട്ടോ, ഒരു 10 മതി, നമുക്ക് അത്രേ ആവശ്യമുള്ളൂ. ഞാനും 3 കുഞ്ഞു കുട്ടികളല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം ഓവർ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല, ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു 10 ബജിക്ക് വേണ്ടിയിട്ട് 5 എഗ്ഗ് അത്ര മതി. നമ്മുടെ മമ്മക്ക പറഞ്ഞ പോലെ ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാം, പക്ഷേ ഇഷ്ടമുള്ള അത്രയും കഴിക്കാതിരുന്നാൽ മതി. അതുകൊണ്ട് അത്ര മതി. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്കൊരു തേങ്ങാ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിന് നല്ല കാന്താരി മുളകും ചെറിയുള്ളിയും ഉപ്പും തേങ്ങയും മാത്രം അതൊന്ന് അരച്ചെടുക്കാം. പിന്നെ ഇതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലമാവ് 1 കപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ അരിപ്പൊടി, ഒരു എന്താ പറയുക, ഒരു ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കളറ് മതിയല്ലോ, എരിവല്ലാണ്ട് വേണ്ട, കാരണം കാന്താരി മുളകാണ് അകത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉപ്പ് പാകത്തിന് അത്ര മതി. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ നമുക്ക് മാവ് റെഡിയായി കിട്ടണം കേട്ടോ. ഇനി നമുക്ക് പുഴുങ്ങിയ എഗ്ഗ് 2ആയിട്ട് മുറിച്ച് അതിനകത്തേക്ക് ഈ തേങ്ങാ ചട്നി വെച്ച് കൊടുത്തിട്ട് മുക്കി പൊരിക്കണം. ഇത്രേ പരിപാടിയുള്ളൂ. അപ്പോൾ നല്ല ചൂടായിട്ട്, നല്ല ചൂടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആവി പോകുന്ന കാണാനുണ്ടാവും നിങ്ങൾക്ക്. അത് ഓരോന്നിങ്ങനെ മുറിച്ചെടുത്ത് പെട്ടെന്ന് നമുക്കിങ്ങനെ ഈ ഫില്ല് ചെയ്ത് കൊടുക്കാം. ചമ്മന്തി ഇങ്ങനെ എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് പൊരിച്ചെടുക്കണ്ടേ, അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഇത് മുക്കി പൊരിക്കുന്നതിനൊരു രീതിയുണ്ട് കേട്ടോ. ഒന്നാകട്ട് മുക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചമ്മന്തിയൊക്കെ ആകെ സ്പ്രെഡായി പോലെ. അപ്പോൾ അത് ഇതുപോലെ ജസ്റ്റ് അതിൽ ഇറക്കി വെച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് അതിൻ്റെ മുകളിലോട്ടാക്കി കൊടുത്താൽ കറക്റ്റായി. അപ്പോൾ അങ്ങനത്തെ ഒരു പാത്രമൊക്കെ കണക്കാക്കി എടുത്താൽ മതി. മാവ് ഒരുപാട് ഫില്ല് ചെയ്ത് വെച്ചാലും നമുക്കത് മുങ്ങിയിട്ട് ആകെ ഇതായിപ്പോവും. അല്ലെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് മുക്കിങ് എടുക്കണം. അതുപോലെ ആക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത്യാവശ്യം നല്ല ചൂടുള്ളപ്പോൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ ഇതുപോലെ എണ്ണ കോരി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് എന്നിട്ട് മറിച്ചിടുമ്പോൾ അത് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അതൊരു ഏകദേശം ഒരു വെന്ത പോലെ ആയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ് നമ്മുടെ ചൂട് എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നല്ല ഒരു ഏലക്ക പാൽച്ചായം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി. ഇപ്പോഴും മഴ തോർന്നിട്ടില്ല കേട്ടോ, മഴ നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ എൻ്റെ കുട്ടികൾ സ്കൂൾ വിട്ട് വരാറായി. അവർക്ക് കൊടുക്കാം, നല്ല ചൂടോടെ എഗ് ബജിയും ചായയും കൊടുക്കാം. എന്നിട്ട് അഭിപ്രായമൊക്കെ ചോദിക്കാം. ഇതൊക്കെയല്ലേ ഒരു രസം. അവരുടെ ആ സംതൃപ്തി കാണുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. വീഡിയോ എടുത്ത് ഏകദേശം കഴിയാറായി വന്നപ്പോൾ കറണ്ടങ്ങ് പോയി. ഇപ്പോൾ ഉള്ള ഈ ഒരു പോർഷൻ മാത്രം ലൈറ്റ് ഇല്ലാണ്ടാണ് എടുക്കുന്നത്. ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് എല്ലായിടത്തും മഴയാണെന്ന് തോന്നുന്നു അല്ലേ, പൊതുവേ ആകെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കൊച്ചിയിൽ എന്തായാലും നല്ലൊരു മഴ പെയ്തു. നിങ്ങളെവിടെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്, അറിയാലോ എവിടെയൊക്കെ മഴ ഉണ്ടായിരുന്നു എന്ന്. ചൂടുണ്ടാവും, നല്ല ചൂടാ. ഇപ്പൊ പൊരിച്ചോളൂ. കറണ്ട് ഇല്ലാവേ, ചമ്മന്തി ഉണ്ട്. എനിക്ക് ഇഷ്ടമല്ലേ എരിവുണ്ടാവും. അവക്ക് പിന്നെ എരിവ് പറ്റൂല. നീ അയച്ചേ കൈ കഴിയാ കട. എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോ നമുക്ക് അങ്ങനെ നിർത്തിയാലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് നാളെ കാണാം. ബൈ ബൈ, ടാറ്റാ.